ഹായ് ഉള്ള എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7. അനുമോളെ ലാലേട്ടൻ ഈ വീക്കെൻഡിലും ഒരുപാട് വഴക്ക് പറഞ്ഞു. അനുമോളെ ലാലേട്ടൻ ഇഷ്ടമല്ലേ? എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലാലേട്ടൻ ഈ വീക്കിലെ 2 എപ്പിസോഡുകളിലും ശാന്തിയും സമാധാനവും, കൊച്ചു കൊച്ചു ചോദ്യങ്ങളും ഉത്തരങ്ങളും, കഥകളും പാട്ടുകളും, എല്ലാവർക്കും അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള അവസരമൊക്കെ നൽകി ഒരു പോസിറ്റീവ് വൈബ് പിടിച്ച് മുന്നോട്ട് പോയതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ലാലേട്ടൻ എന്തിനാണ് ലാസ്റ്റ് നൂറയോടും അനുമോളോടും ഒക്കെ പിണങ്ങിയത്, തിരിച്ചു വരാതെ ദേഷ്യപ്പെട്ട് പോയത്? ഒന്നാമത്തെ കാര്യം, ലാലേട്ടൻ ചെയ്യുന്ന ഒരു വർക്കാണിത്, നത്തിങ് പേഴ്സണൽ. ആ മനുഷ്യന് ഇതൊരു മാറ്റർ അല്ല. വേണമെങ്കിൽ ആ ഒരു സംഭവത്തെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു ബൈറ്റ് മാത്രമായിട്ട് നമുക്ക് കാണാം. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം നൂറയും അനുമോളും ചേർത്ത് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ബാക്കിയുള്ളവരെല്ലാവരും ലാലേട്ടൻ പറഞ്ഞതനുസരിച്ച് അകത്തിരിക്കുകയല്ലേ, ഇവർക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? അകത്തിരിക്കണ്ടായിരുന്നുവെങ്കിൽ പുറത്തു വന്ന് നിൽക്കാൻ ബിഗ് ബോസ് പറഞ്ഞാനെ, ഓരോരുത്തരായിട്ട് ചെന്ന് മാലയിടാൻ പറഞ്ഞാനെ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. എല്ലാവരോടും അകത്ത് തന്നെ ഇരിക്കാനല്ലേ പറഞ്ഞത്. എനിവേ, ഈ അനുമോളൊക്കെ പലരും റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് അലമുറയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. റൂൾസ് ബ്രേക്ക് ചെയ്യുന്നവരെ പിടിക്കാൻ അനുമോൾ ഒരിക്കൽ ഹൗസിലെ CID വരെ ആയിട്ടുണ്ട്. അതുമാത്രമല്ല, ലാലേട്ടൻ അവിടെ നിൽക്കുമ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഡയറക്ഷൻസ് ഒക്കെ തെറ്റിച്ചുകൊണ്ട് ഇവരോരോന്ന് കാണിക്കുമ്പോൾ ലാലേട്ടൻ അതെല്ലാം കണ്ടുകൊണ്ട് വെറും വാഴയായിട്ട് നിൽക്കണോ? അപ്പോൾ ലാലേട്ടൻ എന്താ വിലയുള്ളത്? ഓൾറെഡി ഇപ്പോൾ കുറച്ച് വീക്കെൻഡ് ആയിട്ട് ലാലേട്ടൻ വന്ന് ചോദിക്കുന്നതിനൊക്കെ എല്ലാവരും ലാലേട്ടന്റെ മുഖത്തടിക്കുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിലുള്ള നിപ്പാണ് നിൽക്കുന്നത്. ഇനിമേൽ ലാലേട്ടൻ പിണങ്ങിപ്പോയതിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ വഴക്കിട്ട് പോയാൽ ഒരു കണ്ടന്റും ആവും, പ്രമോയ്ക്കുള്ളൊരു ബൈറ്റും കിട്ടും, അകത്തും പുറത്തും സംസാരവും ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്താലും ഇവരുടെ ഫാൻസ് പറയും, ലാലേട്ടൻ എന്താണ് അനുമോളോട് ഇത്ര പ്രശ്നമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് ഓവറല്ലേ ഇവരുടെ പരിപാടികൾ. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക്